പ്രിയപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ, മാത്തമാറ്റിക്സ് യൂട്യൂബ് ചാനലായ ക്ലാസ് റൂം മാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്ന അധ്യായത്തിലേക്കാണ് കടക്കുക. ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ നമ്മുടെ ആറാം ക്ലാസ്സിൽ നിങ്ങൾ ചില ഭിന്നസംഖ്യകളെ, ചില ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോംസിലേക്ക് ആക്കാൻ പഠിച്ചിരുന്നു. നമുക്ക് ആ കാര്യം ഒന്നുകൂടെ ഓർമ്മയിലേക്ക് എടുക്കാം. എന്തായിരുന്നു അത് നോക്കാം. 3/100 ഈ ഫ്രാക്ഷനെ 3/10 ആയിക്കോട്ടെ. ഈ ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ദശാംശ രൂപം? ഇതിൻ്റെ 0.3. എന്തായിരുന്നു നമ്മളവിടെ പഠിച്ചു വെച്ചിരുന്ന ടെക്നിക്ക്? ഇത് 10 ആണെങ്കിൽ ഈ വലത് സൈഡിൽ നിന്നും ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഒരു പോയിന്റ് ഇടുക, ഒരു ദശാംശ ചിഹ്നം ഇടുക. ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി അടുത്തത് 29/100. നമുക്ക് ഇവിടെ 100 ആണല്ലേ. 100 ആണെങ്കിൽ 2 സ്ഥാനം മാറ്റി ഇങ്ങനെ വരും. ഇത് 0.29. അടുത്തത് 637/1000. ഇവിടെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ 3 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റി, ഇടത്തോട്ട് മാറ്റി പോയിന്റ് ഇടാനായിരുന്നു പഠിച്ചത് അല്ലേ? 0.637. ഓക്കെ. ഇവിടെ നമ്മൾ ഈ ഡിനോമിനേറ്റർ ഒന്ന് ചെക്ക് ചെയ്തേ. എന്തൊക്കെയാണ്? 10, 100, 1000 അല്ലേ? ഇതുപോലെ പോകുന്നവ. ഇതെല്ലാം ആ 10ന്റെ പവറുകളായിരുന്നു. 10, 10 സ്ക്വയർ, 10 ക്യൂബ്, ഇങ്ങനെ 10ന്റെ പവറുകളായിട്ടുള്ള സംഖ്യകൾ മാത്രമായിരുന്നു നമുക്ക് അവിടെ ആ ഡിനോമിനേറ്ററിൽ വന്നിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ആ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നു അല്ലേ? ഇനി നമുക്ക് ഡിനോമിനേറ്റർ 10ഓ 10ന്റെ പവേഴ്സോ ആയി വരാത്ത ഫ്രാക്ഷൻസ്, അങ്ങനെയുള്ള ചില ഭിന്നസംഖ്യകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനെ എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും? ഓക്കെ. 1/2 എത്രയാണെന്ന് വെച്ചാൽ ഡെസിമൽ ഫോമിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് പറയാം. 0.5. അതിനെ എങ്ങനെയാണ് അങ്ങാക്കുക? ഇവിടെ 2 ആണല്ലോ, 10ഓ 10ന്റെ പവറോ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10ഓ അല്ലെങ്കിൽ 10ന്റെ പവറിലേക്കോ ഈ ഡിനോമിനേറ്ററിനെ മാറ്റിയാൽ മതിയല്ലോ. അതിനെന്താണ് ഒരു മാർഗം? 1/2. നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ 10ലേക്ക് മാറ്റാൻ ഇവിടെ ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ശരി, 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഭിന്നസംഖ്യയുടെ വിലയ്ക്ക് മാറ്റം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അതേ സംഖ്യ കൊണ്ട് തന്നെ അതിന് ന്യൂമറേറ്ററിനെ, അതായത് അംശത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ? ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ എന്തൊരു 1 × 5, 5/10. ഇനി നമുക്ക് ആൻസറിലേക്ക് എത്താൻ എളുപ്പമാണ്. എത്ര വരും? 10 ആയല്ലോ. ഇവിടെ നമ്മൾ എളുപ്പത്തിന് എത്ര 0 ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഒരു 0. അപ്പോൾ ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുക. ദാറ്റ് ഈസ് 0.5. പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ്. ഓക്കെ. ഇനി രണ്ടാമത്തെ 1/5 ആണെന്ന് വിചാരിച്ചു. 1/5 നോക്കാം. ഇവിടെ 10ന്റെ പവർ അല്ല. അപ്പോൾ എന്താ ചെയ്യുക? 10 ആക്കാം. എങ്ങനെ 10 ആക്കാം? 1/5 നമ്മൾ ഈ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും? 5 × 10 ആക്കാൻ 2 അല്ലേ? അപ്പോൾ രണ്ടിനെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര വരും? 2/10. എത്ര വരും? ഒരു ഡിജിറ്റ് അല്ലേ?
പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2ഉം 5നുമുള്ള പ്രത്യേകത എന്താ? അത് 10ന്റെ ഫാക്ടേഴ്സ് ആയിരുന്നു അല്ലേ? 10ന്റെ ഫാക്ടേഴ്സ് ആയിരുന്നു 2ഉം 5ഉം. അങ്ങനെ ആ ഡിനോമിനേറ്ററിൽ 2ഓ 5ഓ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എളുപ്പത്തിൽ 10ലേക്ക് മാറ്റിയെടുക്കാം. മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ. ഓക്കെ, ഇനി മറ്റൊരു ഭിന്നസംഖ്യ നോക്കാം. ഇറ്റ് ഈസ് 1/4. ഈ 4നെ നമുക്ക് 4 10ന്റെ ഒരു ഫാക്ടറാണോ? അല്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരിട്ട് 4നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിച്ച് 10ലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക്നിക്ക് പ്രയോഗിക്കാം. ഓക്കെ, ഈ 4 എന്നതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 1/2². ഇവിടെ ഇപ്പോൾ 2 ആയി. 2നെ നമുക്കറിയാം ആ 10ലേക്ക് മാറ്റാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും അല്ലേ? ഓക്കെ, നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓർക്കണം, ഇവിടെ എന്താണോ ഇതിൻ്റെ പവറായി വരുന്നത് ആ പവർ തന്നെ ഇവിടെ വരുന്ന രീതിയിൽ വേണം നമുക്ക് 5ന്റെ നമ്പർ എടുക്കാൻ. അപ്പോൾ എന്ത് വരും? 5 എടുത്താൽ പോരാ, 5² എടുക്കണം. ഡിനോമിനേറ്ററിൽ മാത്രം പോരാ, അത് ന്യൂമറേറ്ററിലും വേണം. നമുക്ക് ഇവിടെ നമ്മൾ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തത് 5² കൊണ്ട്. ഈക്വൽ ടു 1 ഇൻറ്റു 5ന്റെ സ്ക്വയർ എത്രയാണ്? 25/2 ഇൻറ്റു 5. ഈ പവറായി വരുന്ന 2 ഈ 2നും ഉണ്ട് 5നും ഉണ്ട്. അത് രണ്ടും ഞാൻ കോമൺ ആയിട്ട് ഈ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഈക്വൽ ടു 1 ഇൻറ്റു 25 25/. ഇപ്പോൾ 2 ഇൻറ്റു 5 ഉണ്ടല്ലോ. 2 ഇൻറ്റു 5 എത്രയാണ്? 10² ഈക്വൽ ടു 25/10 സ്ക്വയർ എത്രയാണ്? 10 ഇൻറ്റു 10 100 അല്ലേ? 100. ഇനി എളുപ്പമാണ്. ഇവിടെ 2 0 ഉണ്ട്. 2 ഡിജിറ്റ് കാണണം പോയിന്റിന് ശേഷം, അല്ലെങ്കിൽ ഓർക്കുക ഇടത്തോട്ട് 2 ഡിജിറ്റ് മാറ്റി പോയിന്റിന്റെ ചിഹ്നം ഇടുക. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3/4. ഇതിന് നമുക്ക് ഈ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക, 4 ആണ് അല്ലേ? 10ന്റെ ഫാക്ടർ അല്ലല്ലോ. അപ്പോൾ 4 ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ 2 ഇൻറ്റു 2 അല്ലേ? ദാറ്റ് ഈസ് 3/2². ഓക്കെ, ശരി. 3/2². നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്റർ 10ന്റെ ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു 2 ഉണ്ട്. അപ്പോൾ ഈ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 വരിക? 5 അല്ലേ? 5. അപ്പോൾ വെറും 5 മാത്രം എടുത്താൽ മതിയോ? പോരാ. ഈ 2ന് എന്തായിരുന്നു പവർ ഉണ്ടായിരുന്നത് അത് തന്നെ വേണം നമ്മൾ എടുക്കാൻ. ദാറ്റ് ഈസ് 5². മുകളിലും 5², മുകളിലും താഴെയും അംശത്തിനും ഛേദത്തിനും 5² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് വരും? 3 ഇൻറ്റു 25/. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം, കോമൺ ആയിട്ട് പവർ എഴുതാം അല്ലേ? ഓക്കെ, 3 25 75/25 10² ഈക്വൽ ടു 75/100. എത്ര ഡിജിറ്റ് മാറ്റി കുത്തിടണം? 2 അല്ലേ? 0.75 ഉണ്ടോ? 1 2 കുത്തിട്ടു അല്ലേ? അവിടെ നിന്ന് വലത് ഭാഗത്ത് നിന്ന് ഇടത്തോട്ട് മാറ്റിയാണ് നമ്മൾ പോയിന്റ് ഇടുന്ന കാര്യം ഓർക്കുക. എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനങ്ങൾ മാറ്റി പോയിന്റ് ഇട്ടാൽ മതിയാവും. മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. ദിസ് 1/25. ഓക്കെ, ദിസ് 1/25 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 25 എന്തുകൊണ്ട് ചെയ്യാം? 5 കൊണ്ട്. 5 എത്ര തവണയുണ്ട്? 5 തവണ. 5 1 ഈസ് 5². ഓക്കെ, തൊട്ട് മുമ്പിലത്തെ പോലെ ഇതിനെ 10ലേക്ക് മാറ്റാൻ 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. ഓക്കെ, 1/5² ഇൻറ്റു എന്തുകൊണ്ടാണ്? 2 കൊണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്ന നമ്പറിൻ്റെ
പവർ എത്രയാണ് 2, അത് തന്നെ വേണം ഇവിടെയും 2 സ്ക്വയർ വേണം, 2 സ്ക്വയർ വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ അംശത്തെയും മൾട്ടിപ്ലൈ ചെയ്യാൻ, ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, എന്ത് വരും? 2 സ്ക്വയർ എത്രയാ? 4. ഇത് 5 ഇൻറ്റു 2 ഹോൾ സ്ക്വയർ അല്ലേ? രണ്ടിനും പവർ 2 വേണം. ഈക്വൽ ടു 4 ബൈ 5 ഇൻറ്റു 2 എത്രയാണ്? 10 സ്ക്വയർ. ഈസ് ഈക്വൽ ടു 4 ബൈ 100 ഈക്വൽ ടു എത്ര ഡിജിറ്റ് മാറ്റണം? 1 2. ഇവിടെ എത്ര ഡിജിറ്റേ ഉള്ളൂ? ഒരു ഡിജിറ്റിലേ ഉള്ളൂ. അങ്ങനെ ആ ഡിജിറ്റുകളുടെ എണ്ണം കുറവാണ് വന്നതെങ്കിൽ നമുക്ക് സീറോയും കൂടെ ചേർത്ത്, എത്ര എണ്ണം കുറവുണ്ടോ അത്രയും സീറോയും കൂടെ ചേർത്ത് നമുക്ക് ആൻസർ എഴുതാം. എങ്ങനെ എഴുതും? 4 2 ഡിജിറ്റല്ലേ മാറേണ്ടത്, പക്ഷെ ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു സീറോയും കൂടെ ഈ ഇടത്ത് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. 0.04. നോക്കൂ, ഇപ്പോൾ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. 2 ഡിജിറ്റല്ലേ വരേണ്ടത്. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഒരു എക്സാമ്പിളിലേക്ക് കൂടെ നമുക്ക് പോകാം. ദിസ് 1/8. 1/8ൻ്റെ ഡെസിമൽ ഫോം എഴുതണം. 8നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? 5ഓ അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 2ഓ ഡിനോമിനേറ്ററിൽ വരുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് നേരിട്ട് 10ലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്. 8നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ദിസ് 8 2 2 1 ഇങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം. 1 എത്ര 2 ഉണ്ട്? 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഇത് നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. 2 ക്യൂബ് അല്ലേ? 2 3 തവണയുണ്ടല്ലേ? 2 ക്യൂബ്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ 10ലേക്ക് ആക്കാൻ ഈ 2നെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5 കൊണ്ട്. ഓക്കെ, ഇൻറ്റു 5 കൊണ്ട്. ഇതിൻ്റെ പവർ എത്രയാ? 3. അപ്പോൾ അത് തന്നെ വേണം 5നും നൽകാൻ. അത് തന്നെ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം മറക്കരുത്. താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറിപ്പോകും. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ക്യൂബ് ബൈ 2 ഇൻറ്റു 5 ഓൾ റൈസ് ടു എത്ര വരണം? 3. 5 ക്യൂബ് എത്രയാണ്? 5 ഇൻറ്റു 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 25 ഇൻറ്റു 5 125. 125 ബൈ 10 ക്യൂബ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 125 ബൈ ഇവിടെ 10 റൈസ് ടു ഇവിടെ 3 വരുമ്പോൾ എത്ര സീറോ ഇടണമെന്ന് വിചാരിച്ചാലും മതി. 3 0. 4 ആണെങ്കിൽ 4 0. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരിക? 1000 ഈക്വൽ ടു എത്ര ഡിജിറ്റ് മാറണം? 1 2 3. 3 ഡിജിറ്റ് വലതു നിന്നും ഇടത്തോട്ട് വരണം. ഇവിടെ 1 2 3. ദിസ് 5 2 1.0. നോക്കൂ, 3 0. പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. 1/125. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ 125 ആണ്. ഫാക്ടറൈസ് ചെയ്യാം. ദിസ് 125 5 ചെയ്യാം അല്ലേ? 5 എത്രയുണ്ട്? 25 5 അല്ലേ? 3 തവണ 5 ഉണ്ട്. ഇറ്റ് ഈസ് 1/5 ഇൻറ്റു 5 ഇൻറ്റു 5. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇതിനെങ്ങനെ എഴുതാം? 5 ക്യൂബ് എന്ന് എഴുതാം അല്ലേ? ഇനി നമുക്ക് ഓർത്ത് നോക്കി 10ൻ്റെ ഫോമിലേക്ക് മാറ്റണം. 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട്. ഓക്കെ, 2. എന്താണ് 5ൻ്റെ പവർ? 3. ആ 3 ഇതിനും കൊടുക്കണം. 2 ക്യൂബ് ആകണം. ഇവിടെ മാത്രം പോരാ, അത് തന്നെ അംശത്തിലും വേണം. ഓക്കെ, 2 ക്യൂബ് എത്രയാണ്? 8 ബൈ ഇതിനെ നമുക്ക് 5 ഇൻറ്റു 2 ക്യൂബ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 8 ബൈ 10 ക്യൂബ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 8 ബൈ 10 ക്യൂബ് എത്രയാണ്? 10 ഇൻറ്റു 10 ഇൻറ്റു 10. ഓക്കെ, അത് ഓർത്തില്ലെങ്കിലും ഇവിടുത്തെ പവറിൻ്റെ അത്രയും 0 ഇട്ടാൽ മതി. 1 2 3. ഇത് നോക്കി, എത്ര ഡിജിറ്റും ഇടതോട്ട് മാറണം? 3 ഡിജിറ്റ്. ഇവിടെ എത്ര ഡിജിറ്റേ ഉള്ളൂ? 1 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 2 ഡിജിറ്റിന് എന്ത് ചെയ്യണം? 2 0 നൽകിയാലും മതി. ഇങ്ങനെ എഴുതാം. 1 2 2 0 നൽകി. ഇനി 8 എഴുതണം.
നോക്കൂ, 3 ഡിജിറ്റ് പോയിന്റിന് ശേഷം കാണാവുള്ളൂ. 1, 2, 3. 1 ഡിജിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള 2 ഡിജിറ്റ് നമ്മൾ 0 നൽകി ആൻസറിലേക്ക് എത്തി. നമുക്കിനി പേജ് 26 നൽകിയിരിക്കുന്ന എക്സസൈസിലേക്ക് പോകാം. എക്സർസൈസ് പേജ് 26. ഒന്നാമത്, നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 3/20. 3/20 ഇവിടെ 20 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ട് മുമ്പ് പറഞ്ഞിരുന്ന പോലെ ഫാക്ടറൈസ് ചെയ്യാം, ഘടകങ്ങളാക്കാം. 20 2 ചെയ്യാം. 2 10 2 5 5 നമ്മൾ എന്ത് വെച്ചാണ് ഇത് ഫാക്ടറൈസ് ചെയ്യുക? പ്രൈം നമ്പേഴ്സ് എടുത്താൽ മതി കേട്ടോ. പ്രൈം നമ്പർ അഭാജ്യ സംഖ്യകൾ എടുത്താൽ മതി. 2 3 5 7 അങ്ങനെയുള്ള നമ്പറുകളാണ് പ്രൈം നമ്പേഴ്സ്. ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്തു. ഓക്കെ, നമുക്ക് ഇനി എന്ത് എഴുതാം? 3/2 × 2 × 5. ഓക്കെ, ഇസ് ഈക്വൽ ടു 3/2 × 2 2 സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു 5 ഈക്വൽ ടു 3/. ഇവിടെ നോക്ക്, 10ലേക്ക് ആക്കാമല്ലേ? 2 × 5 ഉണ്ട്. പക്ഷെ ഇവിടെ ആ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ പവർ 2ഉം ഇതിൻ്റെ പവർ 1 ഉള്ളൂ, ഒരു 5 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതും 2 സെയിം പവർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു 5ഉം കൂടെ വേണം അല്ലേ? എന്ത് ചെയ്യാം? 2 സ്ക്വയർ × 5, ഒരു 5ഉം കൂടെ വേണം. അത് രണ്ടിടത്തും നമ്മൾ എന്ത് ചേഞ്ച് വരുത്തുന്നോ ആ ചേഞ്ചുകൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ വേണം വരുത്താൻ. ഈക്വൽ ടു 3 × 5 15/2 സ്ക്വയർ × 5 സ്ക്വയർ ഉണ്ട്. ഇപ്പോൾ 5 സ്ക്വയർ എന്നായി. രണ്ടിൻ്റെയും പവർ ഒരുപോലെ ആയല്ലോ. ഈക്വൽ ടു 15/2 × 5 സ്ക്വയർ. നമുക്ക് ഓർക്കുക, ഇതിൻ്റെ ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം പവർ ഒരുപോലെ ആക്കണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈക്വൽ ടു 15/10 സ്ക്വയർ ഈക്വൽ ടു 15/10 സ്ക്വയർ എത്രയാ? 100. ഓക്കെ, ഇനി എളുപ്പമാണ്. ഇത് എത്ര ഡിജിറ്റ് മാറ്റണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. 5 1. ഓക്കെ, നോക്കൂ, രണ്ടാമത്തെ പാർട്ട് 3/40 എന്നാണ് അല്ലേ? എന്താ ചെയ്യേണ്ട? ആദ്യ സ്റ്റെപ്പ് 40യെ ഫാക്ടറൈസ് ചെയ്യുക. 2 5 കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. 2 2 5 അവസാനം ഈ 1 വരുന്നോണ്ട് വരെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഈക്വൽ ബൈ 3/2 × 2 × 2 × 5 ഈക്വൽ ടു 3/, എത്ര 2 ഉണ്ട്? 3. 2 ക്യൂബ് × 5 ഈക്വൽ ടു, ഈ ഡിനോമിനേറ്ററിൽ നോക്കുക, 2 5 ഉണ്ട്. 10ൻ്റെ ഫാക്ടേഴ്സ് ആയി 2 ഉണ്ട് 5 ഉണ്ട്. ഇവിടെ 2ൻ്റെ പവർ 3 ആണ്, ഇവിടെ 5ൻ്റെ പവർ 1 ഉള്ളൂ. അപ്പോൾ എത്രയും കൂടെ വേണം? 3 ആക്കണം അല്ലേ? 2 എണ്ണോടെ വേണം. നമുക്ക് ആ 2 എണ്ണോടെ മൾട്ടിപ്ലൈ ചെയ്യാം. എവിടെ വേണം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ദിസ് 3 × 2 ക്യൂബ് × 5. ഇവിടെ എത്ര കണ്ട്? 5 സ്ക്വയർ. ഇവിടെയും 5 സ്ക്വയർ. ഇനി നോക്കാം, 3 × 5 സ്ക്വയർ ബൈ 2 ക്യൂബ് × ഇവിടെ എത്രയായി? ഇവിടെ 1 5 × 5 സ്ക്വയർ, ഇവിടെ 1 ഇവിടെ 2, മൊത്തം എത്രയായി? 5 ക്യൂബ്. ഓക്കെ, ഇപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ പവറുകൾ സെയിം ആയല്ലോ. ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ 25, 3 × 25 75 ബൈ 2 × 5 ഹോൾ ക്യൂബ് is equal to 75/10 ക്യൂബ് ഈക്വൽ ടു 75/, എത്രയാണ്? 30 അല്ലേ? 1000. എത്ര സ്ഥാനങ്ങൾ മാറ്റി വേണം നമുക്ക് പോയിന്റ് ഇടാൻ? 3 അല്ലേ?
ഇവിടെ എത്ര സ്ഥാനങ്ങളേ ഉള്ളൂ? 2 സ്ഥാനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു സീറോയും കൂടെ കൊടുക്കണം. ഈക്വൽ ടു 0.075 ഉണ്ട്. ഇവിടെ 0 കൊടുത്തപ്പോഴാണ് 3 സ്ഥാനങ്ങൾ ആയത്. മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തെ ഇതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. 13/40. ഇവിടെ 40 നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാം? 30/2 × 2 × 2 × 5 is equal to 13/2 cube × 5. മുമ്പത്തെ പോലെ തന്നെ ഈക്വൽ ടു 13/2 ക്യൂബ് ഇൻറ്റു ഇതിൻ്റെയും പവർ എന്താക്കണം? ക്യൂബ് ആക്കണം അല്ലേ? 3 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 1 ഉണ്ട്, 2 കൂടെ വേണം, 5 സ്ക്വയറും കൂടെ വേണം വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 സ്ക്വയർ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു 13 × 5 സ്ക്വയർ 25/2 ക്യൂബ് ഇൻറ്റു ഇവിടെ 1 ഉണ്ട് അല്ലേ? 5 × 5 സ്ക്വയർ 5 ക്യൂബ്. നോക്കൂ, രണ്ടിൻ്റെയും പവർ ഒരുപോലെ ആയല്ലോ. 5 ഈക്വൽ ടു 13 × 25 ഇതെങ്ങനെ ചെയ്യാം? 2 × 5 എല്ലാത്തിനും ഇങ്ങനെ ചെയ്താൽ മതി. 2 × 5 ഹോൾ ക്യൂബ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 13 × 25 എത്ര വരും? 99 325/10 ക്യൂബ്. 2 × 10 ക്യൂബ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 325/1000 അല്ലേ? ഈക്വൽ ടു എത്ര സ്ഥാനം മാറ്റണം? 3. 1 2 3. ഓക്കെ, 0.325. ക്ലിയർ ആയല്ലോ? നാലാമത്തെ പാർട്ട് നോക്കുക. 7/80 അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? 80നെ ഫാക്ടറൈസ് ചെയ്യണം. 2 40 2 20 2 10 2 5 7/2 × 2 × എത്ര 2 ഉണ്ട്? 4 2 × 5 ഈക്വൽ ടു 7/2⁴ × 5. തൊട്ടുമ്പോൾ പറയാമോ? ഇവിടെ 5 ഒരെണ്ണമല്ലേ? എത്രയും കൂടെ വേണം? 3 എണ്ണം. 5 ക്യൂബ് കൂടെ വേണം. ഓക്കെ, 7/2⁴ × 5 × എത്ര എണ്ണം വേണം? 3 എണ്ണം. മുകളിലും താഴെയും 3 എണ്ണം. ഈക്വൽ ടു 7 × 5 ക്യൂബ് എത്രയാണ്? 5 × 5 25 × 5 125. അടിയിൽ 2⁴ ഇൻറ്റു ഇത് രണ്ടും ഇവിടെ എത്ര വരും? 5⁴ ഈക്വൽ ടു 7 × 125 8 75/2 × 5 രണ്ടിനും പവർ എത്രയാണ്? 4 ഈക്വൽ ടു 875/10⁴ ഈക്വൽ ടു 875 എത്ര 0 വരും? 4 0 അല്ലേ? 1 2 3 4 ഈക്വൽ ടു എത്ര ഡിജിറ്റ് മാറണം? 4 ഡിജിറ്റ് മാറ്റി വേണം പോയിന്റിലായി. ഇവിടെ എത്ര ഡിജിറ്റേ ഉള്ളൂ? 3. അഡീഷണൽ ആയിട്ടൊരു 0 കൂടെ നമ്മൾ കൊടുത്താലേ 4 എണ്ണം ആവും. ഈക്വൽ ടു 0.0875. ഓക്കെ, ഇനി അഞ്ചാമത്തെ പാർട്ടിലേക്ക് 5/16 എന്നാണ്. 5/16. ഓക്കെ, ഡിനോമിനേറ്റർ 16 ആണല്ലേ? നമുക്ക് 16നെ ഫാക്ടറൈസ് ചെയ്യാം. 16 2 8 2 4 2 2 1 5 എത്ര 2 ഉണ്ട്? 4 ആണ് അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 5/2⁴. 2⁴ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഇത് 10 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 5 അല്ലേ? 5. ഇവിടെ 4 ഉണ്ട്, ഇതിന് 4 ഇല്ല അല്ലേ? അപ്പം 4ലേക്ക്
വരണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ 5 എത്ര വേണം? 4 എണ്ണം. മുകളിലും താഴെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5/4 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഇതെത്രയാണ്? 25. ഇതെത്രയാണ്? 25. 25 ഇൻറ്റു 25 എത്രയാണ്? 625. ഓക്കെ, 5/4 പകരം 625 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 2 ഇൻറ്റു 5/4. ഓക്കെ, 5 ഇൻറ്റു 625 എത്രയാണ്? 625 ഇൻറ്റു 5 3,125 10/4 ഈക്വൽ ടു 10/4 എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 4 0 1 2 3 4 ഈക്വൽ ടു എത്ര ഡിജിറ്റ് മാറ്റണം? 1 2 3 4 1 2 3 4 ശരിയാണല്ലേ? 0.3125 എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ പാർട്ട് 3 ഭിന്നസംഖ്യകൾ ഇവിടെ തന്നിരിക്കുന്നു, 3 ഫ്രാക്ഷൻസ് തന്നിരിക്കുന്നു. അത് 3ൻ്റെയും കൂടെ സമ്മ് ഡെസിമലായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യമേ ഇതിനെ എല്ലാത്തിനെയും 1/5 25 നമുക്ക് 1/5 സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 125നെ 5 ക്യൂബാണ് 125. ഓക്കെ, എല്ലാം ഇതുപോലെ ആക്കിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിന് ഒരേ ഡിനോമിനേറ്റർ ആക്കാം അല്ലേ? അപ്പോൾ ഏറ്റവും വലുതാ 5 ക്യൂബാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇതിനെയും 5 ക്യൂബിലേക്ക് മാറ്റാം. ഇവിടെ എത്രയേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എത്ര എണ്ണം വേണം 5 ക്യൂബാകാൻ? 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് 1/5 ഇൻറ്റു 5 സ്ക്വയർ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ഇവിടെ 1/5 സ്ക്വയറാണ്, ഒരു 5 കൂടെ പോരെ 5 ക്യൂബാകാൻ. അതുകൊണ്ട് മുകളിലും താഴെ നമ്മൾ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് ഇതിൻ്റെ 1/5 ക്യൂബ് തന്നെയല്ലേ? ശരി, അപ്പോൾ നോക്കാം. 1 ഇൻറ്റു 5 സ്ക്വയർ എത്രയാണ്? 25. 5 ഇൻറ്റു 5 സ്ക്വയർ എത്ര എണ്ണമായി? 3 എണ്ണമായില്ലേ? 5 ക്യൂബ്. ഇത് 1 ഇൻറ്റു 5 5. ഇതിൻ്റേതും എന്തായി? 5 ക്യൂബ്. ഇതിൻ്റേതും എന്താണ്? 5 ക്യൂബ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എല്ലാത്തിൻ്റെയും ഒരേ ഡിനോമിനേറ്റർ അല്ലേ? 5 ക്യൂബ്. മുകളിൽ എന്തുണ്ട്? 25 പ്ലസ് 5 പ്ലസ് 1 ഇവിടെ എഴുതാം. ഈക്വൽ ടു 31/5 ക്യൂബ്. ഓക്കെ, നമ്മൾ എത്രയും മാറ്റി അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ എന്തിലേക്ക് മാറ്റണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ 5 ഉള്ളൂ. എന്ത് മാറണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10ലേക്ക് മാറും. ഇറ്റ് ഈസ് ഈക്വൽ ടു 31/5 ക്യൂബ് ഇൻറ്റു 2 മതിയോ? 2ൻ്റെ പവർ എത്രയായിരിക്കണം? 3 ആണ്. നല്ല ഒരുപോലെ ആവും. മുകളിലും താഴെയും അംശത്തിനെയും ഛേദത്തിനെയും 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് തോന്നുന്നു? 31 ഇൻറ്റു 2 ക്യൂബ് എന്താണ്? 2 ഇൻറ്റു 3 അല്ല, 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 ബൈ 5 ഇൻറ്റു 2 ക്യൂബ്. എത്ര വരും? 31 ഇൻറ്റു 8 248 ബൈ 10 ക്യൂബ് ഈക്വൽ ടു 248 ബൈ 3 0 പറഞ്ഞല്ലേ 1000. അപ്പോൾ എത്ര ഡിജിറ്റ് മാറ്റണം? 3 ഡിജിറ്റ്. 0.248. ഓക്കെ, ഇതാണല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനെല്ലാം കോമൺ ഡിനോമിനേറ്റർ വരുന്നത് നോക്കാം. കോമൺ ഡിനോമിനേറ്റർ ഇതിന് ഏറ്റവും വലുതാ 5/4. എല്ലാത്തിനും 5/4 ആക്കാൻ നോക്കാം. ഇവിടെ എത്രയേ ഉള്ളൂ? ഇവിടെ 1 ഉള്ളൂ. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 ക്യൂബ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 ഉണ്ടല്ലേ 4 ആകാൻ വേണ്ടി. 5 സ്ക്വയർ കൊണ്ട് മുകളിലും താഴെയും. ഇവിടെ ഒരെണ്ണോടെ വേണം അല്ലേ? 5 കൊണ്ട് മുകളിലും താഴെയും
മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ദിസ് 1 ഇൻറ്റു 1/5 5 ക്യൂബ് കൊണ്ട് മുകളിലും താഴെയും വേണം, എന്നാലേ ഇത് 4 ആവുള്ളൂ അല്ലേ. പ്ലസ് 1/5 സ്ക്വയർ എന്തുകൊണ്ട് വേണം? 5 സ്ക്വയർ കൊണ്ട് വേണം മുകളിലും 1/5 ക്യൂബ് ഓർമ്മ വേണം ഇൻറ്റു 5 മുകളിലും താഴെയും വേണേ, പ്ലസ് 5/4. നോക്കാം. ഇപ്പം എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 3 1 4 2 2 4 3 1 4 4 എല്ലാത്തിനും എന്തായി? 5/4 ഡിനോമിനേറ്ററിലായല്ലോ. ഓക്കെ, ഇവിടെ എന്ത് വരും? 5 ക്യൂബ് പ്ലസ് 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 1 ഈക്വൽ ടു. നോക്കാം, ഇവിടെ 5 അല്ലേ ഉള്ളൂ ഡിനോമിനേറ്ററിൽ. എന്തിൻ്റെ അവിടെ വേണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ദിസ് 5/4 ഇൻറ്റു 2/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. മുകളിലും താഴെയും. ന്യൂമറേറ്ററിൽ എന്തുണ്ട്? 5 ക്യൂബ് 125, 5 സ്ക്വയർ 25 പ്ലസ് 5 പ്ലസ് 1. ഇനി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു? 2/4 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ. ഈക്വൽ ടു 150, 155, 156. 156 ഇൻറ്റു 2/4 വരും. 2/2 4 ഇൻറ്റു 2 8 ഇൻറ്റു 2 4 തവണയാകുമ്പം 16 തവണ വരും. ഈക്വൽ ടു 5 ഇൻറ്റു 2 4 ഈക്വൽ ടു 156 ഇൻറ്റു 16 എന്ത് വരും? 156 ഇൻറ്റു 16 66. ശരിയാണോ? 2496 ആണോ? ഓക്കെ, 2496 ബൈ 10⁴ ഈക്വൽ ടു എത്ര 0 ഉണ്ട്? 4 0 ഉണ്ട്. 4 ഡിജിറ്റ് മാറ്റണം. അപ്പോൾ എന്തുകൊണ്ട്? 2496. മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകാം. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ്. ഇപ്പോൾ പറഞ്ഞത് 5ൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 2ൻ്റെ കേസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ്? 2 ക്യൂബ് പറഞ്ഞു അല്ലേ. 2 ക്യൂബാണ് വലുത്. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 2 ക്യൂബ് ആക്കാം. ഇവിടെ 2/1 ഉള്ളൂ അല്ലേ. അപ്പോൾ 2 ആണ് അവിടെ. 2 സ്ക്വയർ കൊണ്ട് വേണം മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 1/2 എന്ത് ചെയ്യണം? 2 സ്ക്വയർ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, ഒരെണ്ണം കൂടെ വേണം അല്ലേ. ഒരെണ്ണം കൂടെ വരുമ്പോൾ എന്ത് വരും? 1/2 സ്ക്വയർ ഇൻറ്റു 2/1 പ്ലസ് 1/2 ക്യൂബ്. ഇറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ ഇപ്പോൾ എന്തായി? 2 ക്യൂബായി അല്ലേ. ഇതും 2 ക്യൂബായി, ഇതും 2 ക്യൂബായി. 2 ക്യൂബ് ഇതെന്തായി? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1. ദിസ് 4 × 6 1 7 ബൈ 2 ക്യൂബ് എത്രയാണ്? 2 ക്യൂബ് 7/2 ക്യൂബ് എന്ന് കിട്ടി. ഇതിനെ എങ്ങനെയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക? 2 ഉണ്ടല്ലേ. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5ൻ്റെ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും? 7/2 ക്യൂബ് ഇൻറ്റു 5. ഇത് പവർ ഇതുപോലെ തന്നെ വരണ്ടേ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5 ക്യൂബ് കൊണ്ട്. 5 ക്യൂബ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 5 ക്യൂബ് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടല്ലോ, 125 ബൈ 2 ഇൻറ്റു 5 ക്യൂബ്. 7 ഇൻറ്റു 125 എത്രയാണ്? നേരത്തെ കണ്ടതാണല്ലോ, 875 ബൈ 10 ക്യൂബ്. ഇറ്റ് ഈക്വൽ ടു 875 ബൈ 1000. എത്ര എണ്ണം മാറ്റണം? 3 എണ്ണം അല്ലേ. 0.875. പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ഇവിടെ വരണം അല്ലേ. ഓക്കെ, നമുക്ക് ഈ സെക്ഷനിലെ അവസാന ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് ഒരു 2 അക്ക സംഖ്യ ന്യൂമറേറ്ററിലും ഒരു 2 അക്ക സംഖ്യ ഡിനോമിനേറ്ററിലും വരണം. ഒരു 2 അക്ക സംഖ്യ 2 ഡിജിറ്റ്
2 ഡിജിറ്റ് നമ്പർ എവിടെ വരണം? ന്യൂമറേറ്ററിൽ വരണം. ഡിനോമിനേറ്ററിലും 2 ഡിജിറ്റ് നമ്പർ വരണം. അതിൻ്റെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി കഴിയുമ്പോൾ ആകേണ്ട 5.875 ആയിരിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡെസിമൽ ഫോമിലുള്ളതിനെ നമുക്ക് ഈ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാം, ഭിന്നസംഖ്യയാക്കാം. അപ്പോൾ 5.875 ഇതിനെ നമുക്കൊരു ഭിന്നസംഖ്യയാക്കി മാറ്റണം. പോയിന്റിന് ശേഷം എത്ര അക്കമുണ്ട്? 3 സംഖ്യകളുണ്ട് അല്ലേ? 3 അക്കങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ആ ഡെസിമൽ പോയിന്റ് മാറ്റാൻ വേണ്ടി 3 സീറോയുള്ള 10ന്റെ പവർ കൊണ്ട്. അതാണ് 5. 3 സീറോ വരുമ്പോൾ 1000 ആകുമല്ലേ? അപ്പം ഈ പോയിന്റ് മാറും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ എത്ര അക്കമുണ്ട്? 1 2 3 4. ഇവിടെ എത്ര അക്കമുണ്ട്? ഇവിടെയും 4 അക്കങ്ങളുണ്ട്. നമുക്ക് വരേണ്ടത് എന്താണ്? 2 ഡിജിറ്റ് ഇതും വേണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരാൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഒന്ന് 2നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 5 വെച്ച് ചെയ്യാമല്ലോ. 5 ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, 5 into 5 into 5 into 47 by ഈ 1000നെയോ 2 ഇനി 2 125 ഇതിനെയോ 5 25 times 5 times 5. ഓക്കെ, എത്ര 2 ഉണ്ട്? എത്ര 5 ഉണ്ട്? 3 എണ്ണം. എത്ര 2 ഉണ്ട്? 3 എണ്ണം. ഇവിടെ നോക്ക്, ന്യൂമറേറ്ററിൽ 3 എണ്ണം ഉണ്ട്, ഡിനോമിനേറ്ററിലും 3 എണ്ണം ഉണ്ട്. 5 നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പം എത്തുന്നു 47 by 2 into 2 into 2 2 into 4 2 8. ഓക്കെ, നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്നു. ഇനി നോക്കാം, 2 ഡിജിറ്റ് ന്യൂമറേറ്ററിൽ വരണം, 2 ഡിജിറ്റ് ന്യൂമറേറ്റർ ഉണ്ട്, 2 ഡിജിറ്റ് ഡിനോമിനേറ്റർ വേണം. പക്ഷേ എന്തായിപ്പോയി? 1 ഡിജിറ്റ് ആയിപ്പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഇതിൻ്റെ അടുത്ത ഫോമിലേക്ക് മാറ്റാം. ഈക്വൽ ഫോമിലേക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കിതിനെ 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യകൾ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഫ്രാക്ഷന് മാറ്റം, അതിൻ്റെ വാല്യൂവിന് മാറ്റം ഉണ്ടാവില്ല. നോക്കാം എന്ത് വരും. 47 2 94 8 2 16. ഇപ്പോൾ നോക്കിക്കേ, ന്യൂമറേറ്ററിൽ എത്ര സംഖ്യകളുണ്ട്? എത്ര ഡിജിറ്റുകളുണ്ട്? 2 എണ്ണം. ഡിനോമിനേറ്ററിലും 1 6 2 ഡിജിറ്റുകൾ. അപ്പോൾ 2 ഡിജിറ്റ് ഇതിന് തുല്യമായിട്ടുള്ള ഫ്രാക്ഷനാണത്. 2നും ഈക്വൽ. അപ്പോൾ പറഞ്ഞിരുന്ന കണ്ടീഷൻ ഇതും ഈക്വലാണ്. പക്ഷെ പറഞ്ഞിരുന്ന കണ്ടീഷൻ പ്രകാരം ന്യൂമറേറ്ററിലും 2 ഡിജിറ്റ് വേണം, ഡിനോമിനേറ്ററിലും 2 ഡിജിറ്റ് വേണം. അങ്ങനെയാണ് ആകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നത്. ഓക്കെ.